ആറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 നവംബർ മാസം 17 മുതൽ 23 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയാണ് വൈക്കത്ത് അഷ്ടമി. വൈക്കത്ത് അഷ്ടമി വളരെ വിശേഷമാണ്. പ്രധാനമായിട്ടും വൈക്കത്തപ്പൻ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ ശിവൻ്റെ സ്വകുടുംബം, അതായത് ശിവൻ, പാർവതി, തൊട്ടടുത്ത് സുബ്രഹ്മണ്യൻ, ഗണപതി എല്ലാവരും ചേർന്ന ഒരു വലിയൊരു കുടുംബമാണ് അവിടെ വൈക്കത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ വൈക്കത്ത് അഷ്ടമി ദിവസം ഉത്സവത്തിന് എല്ലാവരുടെയും എഴുന്നള്ളിപ്പുണ്ടാവും. അടുത്തുള്ള ദേവതകളുടെയും കൂടെ എഴുന്നള്ളിപ്പുണ്ടാവും. അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് താരകാസുരനെ നിഗ്രഹിച്ച ശേഷം വിജയശ്രീ ലാളിതനായിട്ട് വരുന്ന സുബ്രഹ്മണ്യനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിൽ ശിവനും മറ്റ് എല്ലാവരും എഴുന്നള്ളി, ചുറ്റുമുള്ള എല്ലാ ദേവതകളും എഴുന്നള്ളി, ശിവനും മറ്റ് ദേവതകളെല്ലാം എഴുന്നള്ളി താരകാസുരനെ വധിച്ചു വരുന്ന വിജയശ്രീ ലാളിതനായിട്ട് വരുന്ന സുബ്രഹ്മണ്യനെ എതിരേൽക്കുന്നൊരു വലിയ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഈ വൈക്കത്ത് അഷ്ടമി. അതുകൂടാതെ വേറൊന്നുള്ളത്, ശിവനെ പ്രാർത്ഥിച്ച് ശിവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യാഘ്രപാദ മഹർഷിക്ക് ശിവനും പാർവതിയും ഒന്നിച്ച് ദർശനം കൊടുക്കുന്ന ഒരു ദിവസം കൂടെയാണ് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി. അത് വളരെ വിശേഷമാണ്. അത് രണ്ടും ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ദിവസങ്ങളും രണ്ട് ഐതിഹ്യങ്ങളും അന്നത്തെ ദിവസം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ വിശേഷമാണ് വൈക്കത്ത് അഷ്ടമി. അന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. അന്നത്തെ ദിവസം ഭഗവാൻ ശിവൻ ഉപവാസം ഇരിക്കുന്നതാണ്. കാരണം പിന്നെ സുബ്രഹ്മണ്യൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഉപവാസം ഇരിക്കുന്നതാണ്. പക്ഷേ ശിവൻ ഉപവാസം ഇരിക്കുന്നുണ്ടെങ്കിലും അന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട സദ്യകൾ നടത്തിയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ശിവൻ മാത്രമേ ഉപവാസം ഇരിക്കുന്നുള്ളൂ. ശിവനെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായിട്ട് പ്രത്യേകിച്ച് അന്നദാനം നടത്തുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടികൾ പോലും അന്ന് ആഹാരം കഴിക്കാതിരിക്കില്ല വൈക്കത്ത്. അതുപോലെ അന്നത്തെ ദിവസം മാത്രമല്ല, വൈക്കത്ത് ക്ഷേത്രത്തിൽ വരുന്ന അത്താഴപ്പട്ടിണിയുള്ള ഒരാൾക്കാരും അന്നത്തെ ദിവസം ഉണ്ടാകില്ല. അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അന്നത്തെ ദിവസം നട അടയ്ക്കുന്നത്. അങ്ങനെയുള്ളൊരു ക്ഷേത്രം കൂടെയാണ് പ്രധാനം. ഏതായാലും വൈക്കത്ത് അഷ്ടമി തൊഴുന്നതും ശിവനെ പ്രാർത്ഥിക്കുന്നതും മറ്റ് ദേവതകളോടുകൂടി കുടുംബത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ തസ്കര ഭയം, ബന്ധുജന വിരോധം, ശാരീരിക ക്ലേശങ്ങൾ ഇതൊക്കെ വരാതെ നോക്കണം. ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ഇൻഷുറൻസ് ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയൊക്കെ ഓടിക്കുന്നത് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ചിലർക്ക് സ്വന്തം വാഹനം ഓടിക്കാതെ ചിലപ്പോൾ കൂട്ടുകാരുടെ വാഹനം എടുത്ത് ഓടിക്കുന്നവർ ധാരാളം പേര് കാണും. അതിൻ്റെ ബ്രേക്കും ഒക്കെ എവിടെയാണെന്ന് ഇവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കൂട്ടുകാരൻ വളരെ കൺട്രോളായിട്ടൊക്കെ ഓടിച്ചു പോകും. പക്ഷേ ആ വണ്ടി എടുത്ത് വേറൊരാൾ ഓടിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് ഒന്നും കൃത്യമായിട്ട് കിട്ടിയില്ല എന്ന് വരും. ഏതായാലും അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷുറൻസ് ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയും വാഹനം ഓടിക്കുന്ന പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തിയായിട്ട് മുൻകോപം കഴിയുന്നത് കുറയ്ക്കണം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃഗുണവും പിതൃഗുണവും ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമല്ല. വളരെയധികം ശ്രദ്ധിക്കണം. അഥവാ ഇനി എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല മുഹൂർത്തവും നല്ല സമയമൊക്കെ നോക്കി വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും വിധത്തിൽ വാങ്ങിക്കേണ്ടി വന്നാൽ, അതുപോലെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ഒരു ഇത് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അപകടങ്ങളോ ഉണ്ടായ വണ്ടി വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ന്യൂമറോളജി പ്രകാരം കൃത്യമായിട്ട് ജനിച്ച തീയതിയോ അല്ലെങ്കിൽ ജനിച്ച തീയതി, മാസം, വർഷം തമ്മിൽ കൂട്ടിയിട്ടോ ഒരു വാഹനം വാങ്ങിക്കാൻ കൂട്ടി അതിൽ കിട്ടുന്ന നമ്പർ നോക്കി വാങ്ങിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ലക്കി അല്ലാത്ത നമ്പറുകളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം പ്രധാനമായിട്ടും സമയദോഷം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കാറുള്ളത്. ഏതായാലും ഈ സമയം
അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് മേടക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിൻ്റെ ആദ്യത്തെ 30 നാഴി കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കഫക്കെട്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻകോപം കഴിയുന്നത് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും ചിലവ് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വാരത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കർക്കിടകരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് ഈ വാരം അത്ര നല്ലതല്ല. കഫരോഗാദികളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. എടുത്തിയായിട്ടും മുൻകവും പിടിവാശിയും കഴിയുന്നതും കുറയ്ക്കുന്നത് നന്നായിരിക്കും. അമിതമായിട്ടുള്ള വേഗത്തിലുള്ള യാത്രകളും വാഹനത്തിലൊക്കെയുള്ള യാത്രകളും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഞ്ചാരം പൂർണ്ണമായിട്ട് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. വിനോദയാത്രയിലൊക്കെ പങ്കെടുക്കുകയും സാഹസികമായിട്ടുള്ള യാത്രകളിലൊക്കെ പങ്കെടുക്കുന്നതും ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. മാതൃപിതൃ ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം ആരോഗ്യമൊഴിച്ച് ബാക്കി എല്ലാത്തിനും നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും ചുവപ്പ് പട്ട് കൊടുക്കുന്നതും അതുപോലെ ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും പിന്നെ കുങ്കുമാഭിഷേകം നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം മാതൃപിതൃ ഗുണം പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഈ വാരത്തിൽ അല്പം ഒന്ന് മാറിക്കിട്ടും. ദാമ്പത്യപരമായിട്ടും വളരെ നല്ലതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാകും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ്. അല്പം മുൻകോപം പിടിവാശിയൊക്കെ ഉണ്ടാവും. മുൻകോപം പിടിവാശിയും കുറച്ചാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം വളരെ നന്നായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ സമയദോഷം വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മുൻകോപമുള്ളവരാണെങ്കിൽ വളരെ സൂക്ഷിക്കുക. ആ സമയത്തെങ്കിലും മുൻകോപം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുക. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുണ്ടാക്കുക, പ്രയാസങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളും ആ വേദനയിൽ പങ്കുചേരുന്നതാണെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള വഴി കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലരുണ്ട് എന്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ പുകഴ്ത്തി പറയുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം ഉള്ളവർ ധാരാളം പേരുണ്ട്. ഒരു കണക്കിന് അത് നല്ലതാണ്. കാരണം എടുത്തിയാടി പ്രവർത്തിക്കുകയും മറ്റുള്ളവർ വേദന ഉണ്ടാക്കുകയും ഒന്ന് പ്രവർത്തിക്കുന്നതോ ഒഴിവാക്കുന്നത് നല്ലതാണ്. അവർക്കും സ്വന്തം മറ്റുള്ളവർക്കും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ്
കന്നിരാശിക്കാർക്ക് പൊതുവെ ഈ വാരം കുറച്ച് പിടിവാശിയും മുൻകോപമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വിരഹ ദുഃഖങ്ങളോ മാനസികമായിട്ടുള്ള അകൽച്ചകളോ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങൾ ഒഴിച്ചാൽ ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത അനുഭവപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസ്സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കണം. കർമ്മസംബന്ധമായിട്ട് ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. BP-യോ കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട കൊച്ചുകുട്ടികൾക്ക് പോലും ഇതെല്ലാം വരുന്ന അസുഖങ്ങളാണ്. എങ്കിൽ പോലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പൊതുവെ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് തുലാരാശിക്കാരെ സംബന്ധിച്ചോളം ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊന്നും ഗൗരവത്തിലെടുക്കാതെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് മുമ്പോട്ട് പോകുന്നതൊക്കെ വളരെ നന്നായിരിക്കും. സമയദോഷം വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കഴിഞ്ഞൊരു 3-4 വർഷക്കാലം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് കൂടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ അത് സഹായിക്കും. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 കഴിയുകയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിതർ സുഖക്കുറവ് അനുഭവപ്പെടും. ഇടവിട്ട് ഭാഗ്യം അനുഭവിക്കും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയ സാധ്യത അനുഭവപ്പെടും. അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ വാരം വളരെ നല്ലതാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും കുറച്ചൊരു പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ വാരം നന്നായിരിക്കും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രം ഈ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാതൃസുഖക്കുറവും ബന്ധുജന വിരോധമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കേണ്ട സമയമായതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അനുകൂലമായിട്ടുള്ള സമയമല്ല. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തും വളരെ നന്നായിരിക്കും. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസി കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതെല്ലാം ഗൗരവമായിട്ട് എടുക്കേണ്ട. ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലും മാതാവിൻ്റെ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം മുൻകോപം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പുതിയ വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത അനുഭവപ്പെടും. ഒരു ഈ വാരം നല്ലതാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം
ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടും. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. സന്താനങ്ങളാൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ സന്താനങ്ങൾ മുഖേന ചെലവുകൾ വർദ്ധിക്കാനും സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. മീനൻ രാശി. പൂരട്ടാതിയുടെ അവസാനത്തെ 15 നാഴി ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കും. ആരോഗ്യനില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. കാലുവേദനയോ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ നടുവേദനയൊക്കെ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. വീഴ്ചകളും മുറിവുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഏഴരശനി കാലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. സ്റ്റെപ്പിലൊക്കെ കാല് വയ്ക്കുന്നതും സ്റ്റെപ്പ് ഇറങ്ങുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഒത്തിരി പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. വീഴ്ചകളും മുറിവുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഈ ആഴ്ച ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിശാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. മൊബൈൽ നമ്പർ 9447471711. വീണ്ടും അടുത്ത ആഴ്ച കാണാം.